അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന പത്രോസ് തൃതീയൻ പാത്രിയർക്കീസിന്റെ മലങ്കര സന്ദർശനവും അനുബന്ധ സംഭവ വികാസങ്ങളും എപ്പോഴും നിലയ്ക്കാത്ത വിവാദങ്ങളും വിമർശനങ്ങളും വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. നമ്മൾ ഇന്നും അതിലൂടെ സഞ്ചരിക്കാതെ ഇന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. പത്രോസ് പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര സന്ദർശനത്തെ തുടർന്ന് അന്ന് ഒരു മെത്രാപ്പോലിത്ത മാത്രം, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മാത്രം 3 ലക്ഷത്തിലധികം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ ഭരിച്ചു മേയിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കാര്യക്ഷമമായി ഭരിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ ഉപാധികളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ ജനങ്ങളെ ഫലപ്രദമായി ഭരിക്കുവാനോ മേയിക്കുവാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ആട്ടിൻകൂട്ടം ചിന്നിയവരും ചിതറിയവരുമായി കാണപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ മലങ്കരയിലെ ഇടവകയെ കണ്ട് പത്രോസ് പാത്രിയർക്കീസ് ബാവ സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. അങ്ങനെയാണ് മുളന്തുരുത്തിയിൽ പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ച് കൂട്ടുകയും അപ്പൊ അതിനെയാണ് മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിക്കുന്ന 1876. ഈ സുന്നഹദോസ് എന്ന് പറയുമ്പോൾ അതിൽ അൽമായ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇന്ന് ഇപ്പോ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒന്നായി മാറി. സുന്നഹദോസ് കൂടുക എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ കൂടുക. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലൊക്കെ വളരെ മൃഗീയമായ പൈശാചികമായ ഒരു കൂട്ടമായി മെത്രാൻ സമിതിയുടെ കൂട്ടം മാറിക്കഴിഞ്ഞു. പക്ഷെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. സുന്നഹദോസിൽ എല്ലാ കാലത്തും അൽമായ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്, പങ്കാളിത്തമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വിശേഷിച്ച് 1930 മത്തായി ദേറായിൽ, മൂസലിലെ മത്തായി ദേറായിൽ നടന്ന സുന്നഹദോസിൽ ധാരാളം അൽമായ പ്രതിനിധികളെ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് സുറിയാനി സഭയിൽ വലിയൊരു റിനൈസൻസ്, വലിയൊരു നവോത്ഥാനം ഉണ്ടായി. സുറിയാനി സഭയുടെ നവോത്ഥാന കാലമാണ്. വലിയ ഉണർവ് എല്ലാ മേഖലയിലും, ലിറ്റർജിയുടെ പരിഭാഷയിൽ, ലിറ്റർജി പ്രിന്റ് ചെയ്യുന്നതിൽ, അതിനാവശ്യമായ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നതിൽ, അങ്ങനെ സർവ്വ മേഖലകളിലും സുറിയാനി സഭയ്ക്ക് ഒരു നവോന്മേഷം കൈവന്ന കാലഘട്ടമാണ്. മലങ്കരയിലും സമാനമായ അന്തരീക്ഷമാണുള്ളത്. പത്രോസ് പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തിയിൽ സുന്നഹദോസ് 1876 കൂടുമ്പോൾ മലങ്കര സഭയിൽ 6 പുതിയ മെത്രാന്മാരെ വാഴിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർ ഇന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നായിരുന്ന സഭയെ പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്ന് ഭിന്നിപ്പിച്ചു. ജോസഫ് മാർ ദിവന്നാസ്യോസിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തു. ജോസഫ് മാർ ദിവന്നാസ്യോസ് ശ്രമിച്ചിട്ട് നവീകരണക്കാരിൽ നിന്ന് മലങ്കര സഭയെ വിമോചിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചാത്തുരുത്തിയിൽ ഗീവറഗീസ് റമ്പാച്ചൻ പത്രോസ് തൃതീയ പാത്രിയർക്കീസ് ബാവയ്ക്ക് കത്തിലൂടെ അപേക്ഷ അയച്ചിട്ടാണ് പത്രോസ് പാത്രിയർക്കീസ് ബാവ മലങ്കര സന്ദർശിക്കുന്നത്. അത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്നപ്പോൾ മുതൽ ഏറ്റവും ഉത്സാഹത്തിൽ മുന്നിൽ നിന്നത് ഈ ചാത്തുരുത്തി റമ്പാച്ചനാണ്. അദ്ദേഹത്തെയാണ് പിന്നീട് ചാത്തുരുത്തിൽ ഗീവറഗീസ് തിരുമേനി അഥവാ പരിമല തിരുമേനി എന്നറിയപ്പെടുന്ന ആ തിരുമേനിയെ പത്രോസ് പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. പത്രോസ് പാത്രിയർക്കീസ് ബാവ 6 മെത്രാന്മാരെയാണ് വാഴിച്ചത്. 6 മെത്രാന്മാരുടെ വാഴ്ച കാനോനികമല്ലായിരുന്നു എന്ന് വട്ടശ്ശേരിയിൽ ഗീവറഗീസ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പരാതിയും അവരുടെ ആരോപണവും പത്രോസ് പാത്രിയർക്കീസ് ബാവ അകാനോനികമായി മലങ്കരയിൽ വാഴ്ച നടത്തിയെന്നാണ്. അപ്പൊ അകാനോനികമായി വാഴിച്ചു എന്ന് കോടതിയിൽ സാക്ഷ്യം പറഞ്ഞ ആ 6 മെത്രാന്മാരിൽപ്പെട്ട ഒരു മെത്രാന്റെ പേരിലാണ് ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഏറ്റവും കൂടുതൽ പണം പരിമല പള്ളിയിലൂടെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോട്ട് എ പോയിന്റ്, ഞാൻ അടിയിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോഴും അതിനാണ് പരാതി പറയുന്നത്. 1877 പത്രോസ് പാത്രിയർക്കീസ് ബാവ തിരികെ പോയി. പത്രോസ് പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ വാഴിച്ച 6 മെത്രാന്മാര്, 1 കോനാട്ട് ഗീവറഗീസ് മാർ യൂലിയോസ്, 2 കരോട്ട് വീട്ടിൽ ശെമോൻ മാർ ദിവന്നാസ്യോസ്, 3 അമ്പാട്ട് വീട്ടിൽ ഗീവറഗീസ് മാർ കൂറിലോസ്, പിന്നെ ഉള്ളത് കടവിൽ പൗലൂസ് മാർ അത്താനാസിയോസ്, പിന്നെ ചാത്തുരുത്തിൽ
ചാത്തുരുത്തി ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ്, അത് പരുമല തിരുമേനി. പിന്നെയുള്ളത് മുറിമറ്റത്തിൽ പൗലുസ് മാർ ഇവാനിയോസ്. മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനി പിന്നീട് സഭാചരിത്രത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ 6 മെത്രാന്മാര് വാഴിച്ച് ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയും ഈ 6 മെത്രാന്മാരും. ഇതില് ഈ 6 മെത്രാന്മാരെ മലങ്കരയിൽ വെച്ച് വാഴിച്ച 6 മെത്രാന്മാരിൽ കോനാട്ട് മെത്രാച്ചനും കരോട്ടുവീട്ടിൽ മെത്രാച്ചനും അമ്പാട്ട് മെത്രാച്ചനും 1884, 886, 891 എന്നീ വർഷങ്ങളിൽ കാലം ചെയ്തു. പിന്നെ അവശേഷിച്ചത് 3 മെത്രാച്ചന്മാരാണ്. അതൊന്ന് കടവിൽ തിരുമേനി, പരുമല തിരുമേനി, മുറിമറ്റത്തിൽ തിരുമേനി. ഈ 3 പേര് അവശേഷിച്ചു. 3 പേരും പിന്നെ ദിവന്നാസ്യോസ്, ജോസഫ് മാർ ദിവന്നാസ്യോസ്, അദ്ദേഹവും അവശേഷിച്ചു. ഇങ്ങനെ 4 മെത്രാന്മാരാണുള്ളത്. 1895 നവംബർ 25 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസിന്റെ അധ്യക്ഷതയിൽ കോട്ടയം പഴയ സെമിനാരിയിൽ യോഗം ചേർന്നു. ഈ യോഗത്തിൽ മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനി, ചാത്തുരുത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി ഒക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ മലങ്കര സഭയിൽ ഇപ്പം 3 മെത്രാന്മാര് കാലം ചെയ്തു. ഇപ്പൊ എത്ര മെത്രാന്മാർ അവശേഷിക്കുന്നുണ്ട്? പത്രോസ് പാത്രിക്കീസ് ബാവ വാഴിച്ച 3 പേരും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജോസഫ് മാർ ദിവന്നാസ്യോസ് 4 പേരുണ്ട്. അപ്പോൾ കോട്ടയത്ത് കൂടിയ യോഗത്തിൽ ഇവർ പറയുകയാണ്, 3 മെത്രാന്മാരുടെ ഒഴിവ് വന്നിരിക്കുന്നു, അടിയന്തരമായി നമുക്ക് മെത്രാന്മാരെ വാഴിക്കണം. എന്തിനാണ്? ഈ 6 മെത്രാന്മാരെ വാഴിച്ചത് വലിയ ദ്രോഹമാണെന്ന് പറഞ്ഞ അതേ ആളുകളാണ് കോട്ടയത്ത് യോഗം കൂടിയിട്ട് 3 പേര് കാലം ചെയ്ത് നമുക്ക് ആ 3 സ്ഥാനത്തേക്ക് നമുക്ക് ആള് വേണം എന്നവർ പറയുകയാണ്. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ പത്രോസ് പാത്രിക്കീസ് ബാവ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് മാത്രമല്ല, വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്നും ഈ തീരുമാനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.